ഉഴവ് ചാലിലൂടെ ഒരു വെള്ളം കണ്ടത്തിൽ ഒഴുകി വരുന്നത് പോലെ രക്തത്തുള്ളികൾ ഇതാ വാർന്നൊലിക്കുകയാണ്. അങ്ങനെ ഒന്ന് കുറയെ 40 അടി യേശുവിന്റെ ശരീരത്തിൽ അടിച്ചു. അങ്ങനെ അടിച്ച് അവനിതാ അവിടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പായി അവന്റെ മുഖത്തിലെ രോമങ്ങൾ 2 റോമൻ നാണയത്തുട്ടുകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അത് വലിച്ചു വഴുതെടുക്കുവാനായിട്ട് തീർന്നു. ഇതാ പ്രവാചകൻ, അതേ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതി വെച്ചു, അവനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തീർന്നു. ഇതാ യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുരുഷാരം ഇതാ ആശ്ചര്യച്ചു നോക്കി നിൽക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അതാ പീലാത്തോസ് പരിചയപ്പെടുത്തുന്നു, ഇതകത്തേക്ക് പോയ മനുഷ്യൻ യേശു കർത്താവ്, 10,000 സുന്ദരനായവൻ, വെണ്മയും ചുവപ്പും അണിഞ്ഞവൻ, അതേ ശാരോനിലെ പനിനീർ പുഷ്പമായ യേശു ക്രിസ്തുവിനെ ചാട്ടവാർ കൊണ്ടടിച്ച് അവന്റെ പുറമാകെ ഉഴവും ചാലുപോലെ കീറപ്പെട്ടപ്പോൾ മുഖം ഇതാ വിരൂപമായി തീർന്നപ്പോൾ ഇതാ പുരുഷാരത്തിന് അവനെ മനസ്സിലായില്ല. അവനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തീർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രിയ സഹോദര സഹോദരി യേശു കർത്താവ് വിരൂപമായി തീർന്നതെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ പരിണാമ ഫലമായ പാപത്തിന്റെ ശമ്പളമാണ് നിന്നെ വിരൂപമാക്കുന്നത്. പാപം ഒരു മനുഷ്യനെ വിരൂപമാക്കും. ആ ശിക്ഷാപതി യേശു കർത്താവിന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തപ്പോ അവൻ വിരൂപമായി തീർന്നു. എന്തിനു വിരൂപമായി തീർന്നു? എനിക്കും നിനക്കും വേണ്ടി നിന്നെ കോമളത്വമുള്ളവനായി മാറ്റുക, നിന്നെ വിശുദ്ധനായി മാറ്റുക, നിന്നെ സൗന്ദര്യമുള്ളവനാക്കി മാറ്റുവാൻ എന്റെ യേശു വിരൂപമായി തീരുമാനമായിട്ട് തീർന്നില്ല. അവനെ പുറത്തു കൊണ്ടുവരികയാണ്. അതേ പീലാത്തോസ് ഇങ്ങനെ പറയുന്നു, അതാ ആ മനുഷ്യനെന്ന് അവനെ പരിചയപ്പെടുത്തിയാണ്. അവനെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ മേൽ ഇതാ ധൂമവസ്ത്രം ധരിപ്പിക്കുകയാണ്. യേശുവിന്റെ മേൽ ഇതാ ധൂമവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ ശിരസിന് മേൽ ഇതാ ഒരു മുള്ളുകൊണ്ടുള്ള കിരീടം അടഞ്ഞ് അവന്റെ ശിരസിന് മേൽ വെക്കുകയാണ്. അവന്റെ മേൽ വെച്ചിട്ട് പറയുന്നു, അടുത്തുനിന്ന് നിൽക്കുന്ന ഒരു പടയാളി അവന്റെ കയ്യിലിരുന്ന ഒരു ചമ്മട്ടി കൊണ്ട് യേശുവിന്റെ ശിരസിന്മേൽ ആഞ്ഞടിച്ചു. ആഞ്ഞടിച്ചപ്പോ ഇതാ ചരിത്രകാരന്മാർ വിളിച്ചു പറയുന്നു, യേശുവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി തുളച്ച് ഒരു മുള്ളു പുറത്തേക്ക് വന്നു. ഇതാ കണ്ണുകൾ കൊണ്ട് നാം ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന്റെ കണ്ണുകൾ ഇതാ തകർക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ കയ്യിൽ ഒരു ഉണക്കവടി കൊടുത്തിട്ട് ഇങ്ങനെ യഹൂദന്മാര് ഇതാ അട്ടഹസിച്ച് ഇങ്ങനെ പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കണം, അതേ അവന്റെ കയ്യിൽ ഉണക്കവടി കൊടുത്തിട്ട് അവനെ പരിഹസിക്കുമ്പോ അതേ ഇരുമ്പുകോല് കൊണ്ട് ഉലകത്തെ ഭരിക്കേണ്ട അരിമനാഥനെ പരിഹസിക്കുന്ന രംഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതാ 2 പൈൻ മരങ്ങൾ ഒരുമിച്ച് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാരമേറിയ ക്രൂശ് യേശുവിന്റെ ഒന്ന് നിങ്ങൾ നോക്കണം. ഇതാ പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ വാറുകൊണ്ട് അടിപ്പിച്ചപ്പോ ചൂണ്ടക്കുളത്തുകൾ കൊണ്ട് ആ കല്ലിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ചട്ടവാർ കൊണ്ട് അടിപ്പിച്ചപ്പോ ഇപ്പോൾ അവന്റെ തോളിൽ മാംസങ്ങളില്ല. ഇതാ അവന്റെ തോളിൽ ത്വക്കുകളില്ല. അവന്റെ ശരീരത്തിൽ മാംസങ്ങൾ കാണുവാൻ കഴിയുന്നില്ല. അസ്ഥികൾ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. ആ അസ്ഥി മാത്രം തെളിഞ്ഞു നിൽക്കുന്ന തോളിൽ 2 പൈൻ മരങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന പച്ചപ്പൈമരം ഭാരമേറിയ ക്രൂശ് യേശുവിന്റെ തോളിലേക്ക് ഇത വയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ